ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വട്ടയപ്പം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വട്ടയപ്പം. ഇതൊരു സ്പെഷ്യൽ വട്ടയപ്പമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ വട്ടയപ്പമാണ്. അപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയായിരിക്കും കേട്ടോ, സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 രീതിക്കാണ് വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലൊക്കെ വെച്ച്, ഒന്ന് ഞങ്ങൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇതിന്ന് ഞാൻ സാമിന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ. സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് വന്നപ്പം നമ്മുടെ സാമിന് 4 മണിക്കൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. എങ്ങനെയുണ്ട് സാമ, കൊള്ളാമോ? സാമിന് പഴം ഇഷ്ടമില്ല, അതുകൊണ്ട് പഴം കൊള്ളാന്ന്. ഏത്തപ്പഴം ഇടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.